അമേരിക്കയും ഇസ്രായേലിനോടൊപ്പം കൈകുലുക്കുകയാണ്. എന്തിനാണ്? ഇറാനെ പൂട്ടാൻ വേണ്ടിയിട്ട്. അമേരിക്കയുടെ പട ഉടനെ എത്തുമോ ഇറാൻ തീരത്തേക്ക്? ആക്രമിച്ചു കഴിഞ്ഞാൽ ഇറാൻ ബാക്കിയുണ്ടാവും തോന്നുന്നില്ല. ഇസ്രായേലിൻ്റെ അടിയിൽ തന്നെ നിന്ന് കത്തുകയാണ് ഇറാൻ. ഇപ്പം നിലവിൽ അമേരിക്ക ഇതിൽ നേരിട്ട് പങ്കെടുക്കുന്നില്ല. പക്ഷേ ഇസ്രായേലിന് ആഗ്രഹമുണ്ട് അമേരിക്ക ഈ യുദ്ധത്തിൽ പങ്കാളിയാകണമെന്ന്. അത്തരത്തിൽ ഒരു ഔദ്യോഗിക ക്ഷണം ഇസ്രായേൽ അമേരിക്കയ്ക്ക് നൽകിക്കഴിഞ്ഞു. പക്ഷേ അമേരിക്ക ഇതുവരെ അതിനോട് പ്രതികരിച്ചിട്ടില്ല അനുകൂലമായി. പക്ഷേ അമേരിക്ക ഇപ്പോഴും യുദ്ധത്തിൽ പങ്കാളികളല്ല എന്ന് പറയുമ്പോഴും തന്ത്രപരമായി ഇസ്രായേലിൻ്റെ നീക്കങ്ങളിൽ അമേരിക്ക പങ്കാളിയാണ് താനും. പ്രത്യേകിച്ചും ഇറാഖിലെ വ്യോമമേഖല ഉപയോഗിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ഇറാന് നേരെ ആക്രമണം നടത്തുന്നത്. ഇപ്പോൾ ഇത് വിലക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, അതായത് ഇസ്രായേലിനെ ഇറാഖിൽ പ്രവേശിക്കുന്നത് വിലക്കണമെന്ന് ആവശ്യപ്പെട്ട ഇറാൻ അമേരിക്കയെ സമീപിച്ചിട്ടുണ്ട്. പക്ഷേ അമേരിക്ക ഇതുവരെ ആ കാര്യത്തിൽ നിലപാടെടുത്തിട്ടില്ല. നിലവിൽ ഇസ്രായേൽ നടത്തുന്ന വ്യോമാക്രമണങ്ങൾക്കെല്ലാം അമേരിക്കൻ സേനയുടെ അതിൻ്റെ ടെക്നിക്കൽ സൈഡ്, അതിൻ്റെ സാറ്റലൈറ്റുകളടക്കം തന്ത്രപരമായ പിന്തുണ അമേരിക്ക നൽകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ അമേരിക്കയ്ക്ക് ഇപ്പോൾ താല്പര്യമില്ല. എന്നാൽ ഇറാൻ നടത്തുന്ന വ്യോമാക്രമണങ്ങളിൽ, അതായത് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് നടത്തുന്ന വ്യോമാക്രമണങ്ങളിൽ ഇതുവരെ ലക്ഷ്യമിട്ടത് ഇസ്രായേലിൻ്റെ ഔദ്യോഗിക സംവിധാനങ്ങളെയും ഇസ്രായേലിലുള്ള ജനവാസ മേഖലകളുമാണ്. എന്നാൽ ഏതെങ്കിലും തരത്തിൽ ഒരു അമേരിക്കൻ പൗരൻ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഈ വിഷയത്തിൽ ഇടപെടാൻ നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യമുണ്ടാകും. അത്തരത്തിൽ ഒരരങ്ങൊരുങ്ങുകയാണെങ്കിൽ ഉറപ്പായിട്ടും അമേരിക്ക ഈ യുദ്ധത്തിൽ പങ്കെടുക്കുക തന്നെ ചെയ്യും. നേരത്തെ തന്നെ ഒരു യുദ്ധാന്തരീക്ഷം ഉണ്ടാകുന്നൊരു സാഹചര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മേഖലയിലെ, അതായത് മിഡിൽ ഈസ്റ്റിൽ പലയിടങ്ങളിലായി, ഏതാണ്ട് 19 ഇടങ്ങളിലായി അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങളുണ്ട്. അവിടെയെല്ലാം ഈ സൈനിക ബന്ധുക്കളടക്കം നിരവധിയുണ്ട്. അപ്പോൾ അവരെല്ലാം സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മടങ്ങി വരണം, അതായത് നാട്ടിലേക്ക് തിരിച്ചെത്തണമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ തന്നെ മുന്നറിയിപ്പ് കൊടുത്തത് ഈ ഒരു സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. കാരണം ഇറാൻ ഇനി, അതായത് ഇസ്രായേലിൽ നടത്തുന്ന ആക്രമണങ്ങൾ ഫലപ്രദമല്ല എന്ന് കണ്ടെത്തിയാൽ ഉറപ്പായും ഇസ്രായേലിൻ്റെ സൗഹൃദ രാഷ്ട്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്താനുള്ള സാധ്യത ഏറെയാണ്. പ്രത്യേകിച്ചും ഇറാഖിനെതിരെ, അതേപോലെ ബഹ്റൈൻ, കുവൈറ്റ്, UAE, ഈജിപ്റ്റ്, ജോർദാൻ, ഖത്തർ അടക്കമുള്ള മേഖലകളിൽ അമേരിക്കയുടെ സൈനിക താവളങ്ങളുണ്ട്. ഏതാണ്ട് 19 മേഖലകളിൽ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഇറാൻ ലക്ഷ്യമിടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതോടൊപ്പം തന്നെ UAEയിൽ കഴിഞ്ഞ 2019 സൗദിക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയ ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് രാജ്യങ്ങളിൽ, അതായത് ഇസ്രയേലുമായും അമേരിക്കയുമായും സൗഹൃദം പങ്കിടുന്ന മറ്റ് രാജ്യങ്ങളിലേക്ക് ഇറാൻ ആക്രമണം വ്യാപിപ്പിക്കുന്ന പശ്ചാത്തലത്തിൽ ഉറപ്പായും അമേരിക്ക ഈ ഒരു യുദ്ധത്തിൽ പങ്കാളിയാകും. നേരെ തിരിച്ച് ഇസ്രയേൽ ഇപ്പോൾ അമേരിക്കയോട് ആവശ്യപ്പെടുന്നത്, അതായത് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ, അതായത് ആറ്റോമിക് ബോംബ് ഉണ്ടാക്കുന്നു എന്ന ഇസ്രയേൽ കണ്ടെത്തിയിരിക്കുന്ന കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയെങ്കിലും അതിൻ്റെ എക്സ്റ്റീരിയർ മാത്രമാണ് ഇപ്പോൾ ആക്രമിക്കാൻ പറ്റിയിട്ട്. അതായത് നദാൻസ് ആണവ കേന്ദ്രത്തിൻ്റെ ഉപഗ്രഹ ചിത്രങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൻ്റെ പുറമേയുള്ള നിർമ്മിതികളിലൊക്കെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ആ ഉപഗ്രഹ ചിത്രങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. പക്ഷേ ഈ ഭൂഗർഭ അറകളിലാണ്, വളരെ ഉള്ളിലുള്ള ഭൂഗർഭ അറകളിലാണ് ഈ ആണവ ഇന്ധനം അടക്കമുള്ളവ സൂക്ഷിച്ചിട്ടുള്ളത്. അവിടേക്ക് ഇസ്രയേലിൻ്റെ ആക്രമണം എത്താനായിട്ടുള്ള ശേഷി നിലവിൽ ഇസ്രയേലിനില്ല. അത്തരം ബോംബറുകൾ, അതായത് ബങ്കർ ബസ്റ്റർ ബോംബുകൾ വർഷിക്കാൻ സാധ്യതയുള്ള ബോംബർ വിമാനങ്ങൾ അമേരിക്കയുടെ പക്കലാണുള്ളത്. അതുകൊണ്ട് തന്നെ അമേരിക്ക ഈ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കണമെന്ന ഇസ്രയേൽ ആവശ്യപ്പെടുന്നുണ്ട്. ഇത്തരം ബോംബർ വിമാനങ്ങൾ ലഭ്യമാക്കണമെന്നുള്ള ആവശ്യം ഇസ്രയേൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്നാൽ വൈറ്റ് ഹൗസ് ഈ ആവശ്യം ഔദ്യോഗികമായി തന്നെ ഇപ്പോൾ നിരസിക്കുകയാണ്. യുദ്ധത്തിൽ ഒരു കാരണവശാലും നേരിട്ട് പങ്കാളികളാവാൻ അമേരിക്ക ഉദ്ദേശിക്കുന്നില്ല. അതേസമയം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു സന്ധി സംഭാഷണത്തിന് സാധ്യതയുണ്ടെങ്കിൽ അതിന് മധ്യസ്ഥ വഹിക്കാൻ തയ്യാറാണ് എന്ന തരത്തിലുള്ള നിലപാടാണ് അമേരിക്ക എടുത്തിട്ടുള്ളത്. പക്ഷേ ഈ നിലപാട് ഒരു തന്ത്രപരമാണ്. നേരത്തെ തന്നെ അമേരിക്ക വലിയൊരു യുദ്ധത്തിനായിട്ടുള്ള കളം ഒരുക്കിയിട്ടിട്ടുണ്ട്. കാരണം അവരുടെ സൈനിക ബന്ധുക്കളെ അടക്കം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലൊരു പ്രകോപനമുണ്ടായാൽ ഉറപ്പായും ശക്തമായ തിരിച്ചടി അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. അതായത് ഇസ്രായേലിനൊപ്പം ചേർന്ന് ഇറാനെ അടിക്കാനായിട്ട് അമേരിക്കയ്ക്ക് യാതൊരു മടിയുമില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇറാനെ അടിച്ചു കഴിഞ്ഞാൽ അമേരിക്കയ്ക്കുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ അമേരിക്കൻ സൈന്യം അതിൻ്റെ അകത്തേക്ക് കയറും.
ഇറാഖിൽ എങ്ങനെയായിരുന്നോ ചെയ്തിരുന്നത് അതുപോലെ തന്നെ ഇറാൻ്റെ ഈ പറയുന്ന എണ്ണ നിക്ഷേപം മുഴുവനായി അമേരിക്കയ്ക്ക് കൈക്കലാക്കാൻ കഴിയും. അത് തന്നെയാണ് ലക്ഷ്യം. അതിന് നോ ബൂട്ട്സ് ഓൺ ഗ്രൗണ്ട് എന്ന് പറയുന്ന പഴയ ഒരു പോളിസി ഉണ്ട്. അതായത് ഇറാഖിലൊക്കെ പോയി ഒരുപാട് സൈനികർ മരിച്ചു കഴിഞ്ഞപ്പോൾ ഒബാമ എടുത്ത ഒരു തീരുമാനമാണ്, ഇനി ഞങ്ങളുടെ സൈനികരെ നിലത്തിറക്കില്ല, പകരം വ്യോമാക്രമണങ്ങൾ നടത്തി ഈ പ്രദേശങ്ങൾ പിടിച്ചെടുക്കും. ഒന്നുമല്ല, ഇസ്രയേലിനെ ഉപയോഗിച്ച് ഈ അടി തുടങ്ങി, അമേരിക്ക ഈ അടി തീർക്കും. അവർക്ക് മറ്റേ പറയും, കോട്ടയം ക്ലബ്ബിൽ വന്ന് അടി കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ കോട്ടയ്ക്കല ചികിത്സ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു ഡയലോഗ് പറയുന്നുണ്ട്. ഏതില്ല ആ സിനിമയിൽ പറയുന്നുണ്ട്, നസ്രാണി എന്ന് പറയുന്നത്, അണ്ണം തുടക്കി വെക്കുകയുള്ളൂ, ഞങ്ങളെ തീർക്കാൻ പലരും ഉണ്ട് ഇവിടെ എന്ന് പറയുന്ന പോലെയാണ്. ഇസ്രയേൽ തുടങ്ങി വെക്കുന്നേ ഉള്ളൂ, തീർക്കാൻ ഇവിടെ പലരും ഉണ്ട്. ആ പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UK-യും ഫ്രാൻസും ഒക്കെ അമേരിക്കയോടൊപ്പം അങ്ങ് ചേരും. അല്ല, ഇസ്രയേലിനെ സംബന്ധിച്ച് ഒരു മുൻ അനുഭവമുണ്ട്. 2024 ഇതേപോലെ ഇസ്രയേലിന് നേരെ ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് പ്രതിരോധിക്കാൻ അമേരിക്കയുടെ സൈനിക താവളങ്ങളിൽ നിന്നും പ്രതിരോധിക്കാൻ വേണ്ട സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഇസ്രയേലിന് ക്ഷതമുണ്ടാകുന്ന തരത്തിൽ എന്ത് നടപടി ഉണ്ടായാലും അതിനെ ഒരു വലിയേട്ടൻ കണക്കെ അതിനെ പ്രതിരോധിക്കാൻ അമേരിക്ക ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പോൾ അമേരിക്ക ഒരു കാഴ്ചക്കാരനായി മാറി നിൽക്കുന്നെങ്കിൽ അത് തന്ത്രപരമായ പിന്മാറ്റമാണ് എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. കാരണം അമേരിക്കയ്ക്ക് നേരിട്ട് ഈ യുദ്ധത്തിൽ പങ്കാളികളാകാൻ താല്പര്യമില്ല. ഇസ്രയേലിന് വേണ്ടുള്ള സകല സന്നാഹവും അമേരിക്ക നൽകും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഒരു പക്ഷേ അമേരിക്കയുടെ ഏതെങ്കിലും സൈനിക താവളങ്ങൾ ഇറാൻ ലക്ഷ്യമിട്ടാൽ ഉറപ്പായും അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലുകളിൽ നിന്ന് വിമാനങ്ങൾ പറന്നുയരുക തന്നെ ചെയ്യും. അത് ഇറാൻ്റെ അന്ത്യം കുറിക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അതായത് ഇസ്രയേലിന് എങ്ങനെയാണോ മുന്നോട്ട് പോകേണ്ടതെന്നുള്ളതിന് കൃത്യമായ ധാരണയുണ്ട്. അവരുടെ 100ാം വാർഷികം എത്തുമ്പോഴത്തേക്കും വിശാല ഇസ്രയേൽ, ഗ്രേറ്റർ ഇസ്രയേൽ എന്ന് പറയുന്ന സ്വപ്നം അവർ സാക്ഷാത്കരിക്കും. ആ നീക്കം തന്നെയാണ് നടത്തുന്നത്. പക്ഷേ അതിന് തടസ്സമായി നിൽക്കുന്ന ചില രാജ്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ പറയുന്ന ഇറാൻ എന്നുള്ളത്. പിന്നെ ആദ്യം വലിയ ശത്രുക്കളെ അങ്ങ് തീർത്തു കഴിഞ്ഞാൽ പിന്നെ ചെറിയ ശത്രുക്കൾ ആരാ? ജോർദാനോ ഇല്ലെങ്കിൽ അപ്പുറത്ത് കിടക്കുന്ന ലെബനനോ? ലെബനനും സിറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാരും ഈ പറയുന്ന ക്രിസ്ത്യാനികളാണ്. അവിടെ ഈ പറയുന്ന 40% 50% ഒക്കെയുള്ള മുസ്ലിം ജനവിഭാഗത്തിൻ്റെ നേതൃത്വത്തിലാണ് അവിടെ ഭരണം നടക്കുന്നതെന്നേ ഉള്ളൂ. മുൻപ് ക്രിസ്ത്യൻ രാജ്യങ്ങളായിരുന്ന രാജ്യങ്ങളാണ് ഈ പറയുന്ന ലെബനനും സിറിയയൊക്കെ. പിന്നെയാണ് അതെല്ലാം ഇസ്ലാമിക രാജ്യങ്ങളാകുന്നത്. അപ്പോൾ ലെബനൻ്റെ കാര്യമൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതൊക്കെ വളരെ അടുത്ത ചരിത്രത്തിലുണ്ടായ കാര്യമാണ്. ഒരുപാട് പുരാതന ചരിത്രമൊന്നുമല്ല. ഈ പറയുന്ന ക്രിസ്ത്യൻ രാജ്യങ്ങളൊക്കെ ഇസ്ലാമിക കുടിയേറ്റം കൊണ്ട് പിന്നീട് ഇസ്ലാമിക രാജ്യങ്ങളായി മാറിയ ചരിത്രമൊക്കെ നമുക്കറിയാവുന്നതാണ്. അങ്ങനെ വരുമ്പോൾ ഇസ്രയേലിൻ്റെ സ്വപ്നമാണ് ഈ പറയുന്ന ഗോലൻ ഹൈറ്റ്സൊക്കെ നമുക്ക് പിടിച്ചതറിയാമല്ലോ. അതുപോലെ ഈ പറയുന്ന ലെബനൻ്റെ മേഖലയും സിറിയയുടെ പല മേഖലകളുമൊക്കെ ഇസ്രയേലിൻ്റെ കയ്യിലിരിക്കും, യാതൊരു സംശയമില്ല ആ കാര്യത്തിലൊന്നും. അതുപോലെ തന്നെ ഗാസയും ഈ പറയുന്ന വെസ്റ്റ് ബാങ്കും അടക്കമുള്ള മേഖലകൾ വൈപ്പ് ഔട്ട് ചെയ്ത് ഇസ്രയേൽ അവിടെ പൂർണ്ണമായിട്ടും ഇസ്രയേലിൻ്റേതാക്കി മാറ്റും. അതിൽ യാതൊരു തർക്കവുമില്ല, അതിന് വലിയ കാലതാമസവുമില്ല. അപ്പോൾ വലിയ ശത്രുവായി നിൽക്കുന്ന ഇറാനെ തീർത്തു കഴിഞ്ഞാൽ ഈസിയാണ്. അപ്പോൾ അമേരിക്ക ഇറാഖിനെ എങ്ങനെ തീർത്തു അതുപോലെ തന്നെ ഇറാനിലേക്ക് കടന്നു വരും. ഇറാനിലൊരു സർക്കാരുണ്ടാക്കും. അവിടെ ഒരു ലിബറൽ സർക്കാരിനെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് ഈ അമേരിക്ക നടത്തുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭമൊക്കെ വലിയ തോതിൽ നടക്കുന്നുണ്ട്. ഇനി ഒരു ഫണ്ടമെൻ്റൽ ഗവൺമെൻറ് അവിടെ വന്നു കഴിഞ്ഞാൽ, ഒരു ഫണ്ടമെൻ്റലിസ്റ്റുകളുടെ ഗവൺമെൻറ് അവിടെ വന്നു കഴിഞ്ഞാൽ അത് അവിടുത്തെ ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റിനെ കൊണ്ടുവരാൻ വേണ്ടി അവിടുത്തെ ജനങ്ങൾ ശ്രമിക്കും. അതിൻ്റെ ശ്രമമായിട്ട് വലിയ രീതിയിലുള്ള പ്രക്ഷോഭം ഉയർന്നു വരും. ആ പ്രക്ഷോഭങ്ങൾക്ക് അമേരിക്ക ഇന്ധനം പകരും എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പരമമായ വസ്തുത. അതിൻ്റെ തുടക്കമാണ് അമേരിക്ക യുദ്ധത്തിലേക്ക് എത്തും എന്നുള്ളതിൻ്റെ സൂചനകളിൽ നിന്ന് ലഭിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.